രാവിലെ ഉണർന്നപ്പോ തന്നെ കിരണിനെ കാണാൻ തോന്നി. നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. കളി കാണാൻ കിരൺ ആരാ? ശ്രീകൃഷ്ണനോ? കഷ്ടം. അഞ്ജലിക്ക് എന്നെ കാണണമെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സത്യം? കിരൺ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുമായിരുന്നോ? പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷായി. ഐ എം സോ ഹാപ്പി. ക്ലാസ്സിൽ കയറാൻ സമയായി. കിരൺ വരുന്നുണ്ടോ? സമയൊന്നും ആയില്ല. കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാം കിരൺ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്ര നേരം കാത്തുന്നതല്ലേ. ഇനിയിപ്പോ ദുർഗയ്ക്ക് പോണെങ്കി പൊക്കോ. കിരൺ വന്നോളൂ അല്ലേ കിരൺ? അതെ അതെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചു നടക്കുന്നത്? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അല്ല, ആൾക്കാര് വിചാരിക്കുന്നതിന്റെ അല്ല. സത്യം പറയാലോ, കിരണിന്റെ ഒപ്പം ഞാനല്ലാതെ വേറെ ആര് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താലും എനിക്കിഷ്ടല്ല. അത് കിരണിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവ് ആണെന്ന് കൂട്ടിക്കോ. ഞാൻ പോവാം. കിരൺ തോന്നു പോവാ. നമുക്കൊന്നിച്ചു പോവാം. അല്ലെങ്കിൽ ഇനി ഞാൻ എല്ലാവരോടും വൈകിയതിന്റെ റീസൺ പറയേണ്ടി വരും. അല്ല, ദുർഗയ്ക്ക് പോണെങ്കി പൊക്കോട്ടെ കിരൺ. കിരൺ എന്ന് ലീവ് എടുക്ക്. നമുക്ക് സംസാരിച്ചിരിക്കാലോ. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ലീവ് കിട്ടാൻ പാടാ. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അശി എങ്ങനെ വിഷമിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വെച്ച് പാർട്ടി നടത്തിയെന്ന് വെച്ച് എന്താ കുഴപ്പം? ചന്ദ്രമതി വേണമെന്ന് നിർത്തിക്കേ. ഇല്ല അമ്മേ, അശ്വതി എന്റെ മരുമകളാ. അവൾ എല്ലാവരുടെ മുന്നിൽ നാണം കെടുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഈ സമയത്ത് അശിയുടെ മനസ്സ് വേദനിച്ച അത് കുഞ്ഞിനെ ബാധിക്കും. ശരി, അശി പാർട്ടി നടത്തട്ടെ. ചേച്ചി, അത് മറ്റെവിടെയെങ്കിലും വെച്ച് ആയിക്കൂടെ? അത് പറ്റില്ല ചേച്ചി, എനിക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തണം. ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞുപോയി. അതങ്ങ് മാറ്റി പറഞ്ഞാ പോരെ? ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റില്ലാന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. എന്നെ പിന്നെ എന്താ ഇന്ദ്രപ്രസ്ഥത്തിലുള്ളതായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലേ? ഈ കാര്യത്തെ ഞാൻ അശിയുടെ ഭാഗത്താ. അശിയുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി പൂർണിമ കൊടുക്കാതിരുന്നതുകൊണ്ടല്ലേ അവൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്നത്. അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അമ്മേ മതി. വേണ്ട പൃഥ്വി, അഷിയും ചെറിയമ്മയൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് അഷിയുടെയും കൂടെ വീടാണല്ലോ. ഇവിടെ വെച്ച് പാർട്ടി നടത്താൻ അവൾക്ക് അവകാശമുണ്ട്. ചേച്ചി, പാർട്ടി ഇവിടെ വെച്ച് തന്നെ നടത്തിക്കോ. പൂർണിമ മോളെ, ചേച്ചി എന്തായി പറയുന്നേ? അപ്പൊ താര അതൊന്നും സാരമില്ല പൃഥ്വി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നം. അഷി, അതെ, അതിനിപ്പോ എന്താ? വെറുതെ എന്തിനാ വഴക്കിടുന്നേ? താൻ ഭക്ഷണം കഴിക്കുമ്പോ എന്നെ കൂടി ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്തിന്? ഞാൻ എന്തിനാ കിരണിനെ വിളിക്കുന്നത്? വിശക്കുന്നുണ്ടെങ്കിലേ തന്നെ എടുത്ത് കഴിക്കണം കേട്ടോ. ഓ, അതെന്താ അങ്ങനെ? സാധാരണ അങ്ങനെയല്ലല്ലോ, താനല്ലേ വിളമ്പി തരാറ്. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. എല്ലാ കാലവും അങ്ങനെ തന്നെ വേണമെന്നില്ലല്ലോ. പിന്നെ കൃത്യസമയത്ത് വെച്ച് വിളമ്പി തരാൻ ഞാനേ ഇയാളുടെ ഭാര്യ എന്നല്ലല്ലോ. ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ? ഏയ്, ഒന്നുമില്ല. വാശി കാണിക്കാതെ എനിക്കൂടി വിളമ്പി തരുക. സൗകര്യമില്ല. അതെനിക്കിപ്പം പുതിയ ആളുണ്ടല്ലോ, അവളോട് പറ വന്ന് കൃത്യസമയത്ത് വിളമ്പി തരാൻ. ആളോ? ആര്? അയ്യോ, ഒന്നും അറിയില്ല, പാവം. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തെളിച്ച് പറ. ഇങ്ങനെ മനസ്സിൽ വെച്ച് സംസാരിച്ചാ അത് മനസ്സിലാക്കാനുള്ള ദിവ്യശക്തിയൊന്നും എനിക്കില്ല. മറുപടി. അതെ, ശരിയാ. ഞാൻ പറയുന്നൊന്നും കിരണിപ്പോ മനസ്സിലാവില്ല. അവളില്ലേ, അവള് പറയുന്നത് അതൊക്കെ നല്ല കൃത്യമായിട്ട് മനസ്സിലാവും. ഓ,
അഞ്ജലിയുടെ കാര്യമാണോ പറയുന്നേ? അതൊരു പാവമല്ലേ? ഓ ഹും, അപ്പൊ അവളെ പറഞ്ഞപ്പോ തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? അത് പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും? അവളാണല്ലോ ഇപ്പൊ മനസ്സ് നിറയെ. അപ്പോ ജെഡി മാഡത്തിന് ചെറിയ രീതിയിൽ കുശുമ്പൊക്കെ വരുന്നുണ്ടല്ലേ? കഷ്ടം. അതെ, നിന്ന് സ്വപ്നം കാണാതെ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. എനിക്ക് ആഹാരം കഴിക്കണം. അതെന്ത് ദുഷ്ടതരവാ? വിശന്ന് തളർന്നു നിൽക്കുന്ന ഒരാളോട് ഇങ്ങനെ മനുഷ്യത്തില്ലാതെ പറയാതെ. എനിക്ക് ഇത്തിരി മനുഷ്യത്വം കുറവാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. മനുഷ്യത്വമുള്ള കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടല്ലോ ഇപ്പൊ. അത് മതി. ആ വാ പറയാം. മോളുടെ ദുർഗ ചേച്ചിക്ക് എന്നോട് വഴക്കാ. എനിക്ക് ഭക്ഷണം പോലും തരുന്നില്ല. ചോദിക്കും. ആ എനിക്കറിയില്ല മോളെ. ഇപ്പോ പുതിയ പുതിയ ഇഷ്ടക്കാരൊക്കെ വന്നതിന്റെ ഇളക്കമായത്. മോൾക്ക് വിശക്കുന്നുണ്ടോ?